സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി മുടങ്ങും. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസത്തെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതിനാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്നും KSEB വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കണ്ണൂർ, കാസർഗോഡ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. 2 ദിവസം കൂടി മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനുള്ളിൽ അതിക്രമിച്ച് കയറി സെല്ലിനുള്ളിലുള്ളവരെ മോചിപ്പിക്കാൻ ശ്രമിച്ച സർക്കിൾ ഇൻസ്പെക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SCRB CI യഹിയാണ് കസ്റ്റഡിയിലായത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ 4 പേരെ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് CI സ്റ്റേഷനിലെത്തിയത്. CI യഹിയുടെ സഹോദരിയുടെ മക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.